എന്തുകൊണ്ട് പോകുന്നു? അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ബന്ധപ്പെടുത്തിയാണ് ചോദിച്ചെങ്കിൽ മനസ്സിലായി. ഞാൻ പോകുന്നത് 30 വർഷമായിട്ട് അദ്ദേഹം SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന സമുദായത്തിലെ ആളുകൾക്ക് തോന്നിയപ്പോൾ അവരൊരു സ്വീകരണം വിളിച്ചു, ഞങ്ങളെയൊക്കെ വിളിച്ചു. ഇപ്പോഴത്തെ ചാലക്കുടി ജില്ല മന്ത്രിമാരുണ്ട്, ഞങ്ങൾ ആ സ്വീകരണം. പിന്നെ അദ്ദേഹത്തിന്റെ സ്വീകരണത്തിന് പോകുന്ന ആളുകൾ അതിന് പോകരുത്. അദ്ദേഹത്തെ രഹസ്യമായി കണ്ട് വോട്ട് പിടിക്കേണ്ട സമയത്ത് പോകണമെന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. അതെനിക്ക് യോജിപ്പില്ല. വോട്ട് പിടിക്കേണ്ട സമയത്തും പോകും, അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന സമയത്തും. വെള്ളാപ്പള്ളി നടേശൻ ആരാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലത്? അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്ക് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും രാഷ്ട്രവിരുദ്ധത വെക്കുന്നുള്ളത് കാരണം എനിക്കില്ല. ഇതായിരിക്കും നാളെ അത് പ്രധാനമായി കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത് തന്നെ പറയുന്നത്. അതൊന്നും കൊണ്ട് ഈ പരിപാടി നമ്മൾ മാറ്റേണ്ട, ഈ പരിപാടി അതിന് വഴിക്ക് വേണ്ടി പോകും. മറ്റേ നമ്മുടെ വാക്കുകൾ കൂടെ മാറ്റിട്ടുണ്ട്. സാംസ്കാരിക കേരളത്തിന് വളരെയധികം അപകീർത്തി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും അധികം ദുഃഖിക്കുക ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മാവ് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നവോത്ഥാന സംരംഭം പോലുള്ള പവിത്രമായ സ്ഥാപനത്തിൽ തലപ്പത്ത് ഇതുപോലെ അയോഗ്യനായ ഒരാളെ വാഴ്ത്ത നിർത്താൻ പാടില്ല. ശക്തമായിട്ട് അവർ നീക്കം ചെയ്യണം. എന്നിട്ട് ആത്മാർത്ഥത കാണിക്കാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള കാര്യത്തിൽ കേസെടുത്തെങ്കിൽ മാത്രമേ ഇത്തരം കുറ്റങ്ങൾ പിന്നെ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി മലപ്പുറം പ്രത്യേക രാജ്യമെന്നും ഈഴവർ ഭയന്നാണ് കഴിയുന്നതെന്നും പറഞ്ഞത് വർഗീയതയാണെന്നും BJP അജണ്ടയാണെന്നും വിമർശിച്ച CPM-ന് വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും 4 മന്ത്രിമാരും പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ല. അതുവേറെ ഇതുവേറെ എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. വെള്ളാപ്പള്ളിയെ ഒറ്റപ്പെടുത്തരുതെന്ന് ഹിന്ദു ഐക്യവേദി പറഞ്ഞതും ഇത് തന്നെയല്ലേ? SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 30 കൊല്ലം പൂർത്തിയാക്കിയതിനാണ് ചേർത്തലയിൽ വെള്ളാപ്പള്ളിയെ ആദരിക്കുന്നത്. ഇതേ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് സർക്കാർ രൂപീകരിച്ച നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ചെയർമാനായി വെള്ളാപ്പള്ളി ഇരിക്കുന്നത്. ഇതേ സ്ഥാനത്തിരുന്നാണ് മലപ്പുറം വിരുദ്ധ പ്രസ്താവന നടത്തിയതും. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞ് സ്വീകരണത്തിൽ നിന്ന് വിട്ടുനിന്നാൽ നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ തിരിച്ചടി ഭയക്കുന്നു CPM. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത് പണിക്കർ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, യൂത്ത് ലീഗ് നേതാവ് ശ്രീ CK ഷാക്കിർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ CK ഷാക്കിർ, അല്പം മുമ്പ് സജി ചെറിയാന്റെ മറുപടി ശ്രദ്ധിച്ചിരുന്നുവല്ലോ. അദ്ദേഹം പറഞ്ഞത് വെള്ളിയാഴ്ചയാണ് ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം ഒരുക്കുന്നത്. അത് ചേർത്തല SNDP താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ്. അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്, മന്ത്രി P പ്രസാദ് പങ്കെടുക്കുന്നുണ്ട്, സജി ചെറിയാൻ പങ്കെടുക്കുന്നുണ്ട്, VN വാസവൻ പങ്കെടുക്കുന്നുണ്ട്, P രാജീവ് പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സ്വീകരണ ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറി നിൽക്കണം എന്നാണല്ലോ. അതേപോലെ തന്നെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നും വെള്ളാപ്പള്ളിയെ മാറ്റണമെന്നും. പക്ഷേ അതുവേറെ മലപ്പുറം വിരുദ്ധ പരാമർശം, അതാണല്ലോ മലപ്പുറം പ്രത്യേക രാജ്യമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത്. അത് മറ്റൊരു കോണ്ടസ്റ്റിൽ പറഞ്ഞതാണ്. ഇങ്ങനെ വേർതിരിച്ചാണ് CPM കാണുന്നത്. അതിനുള്ള മറുപടി. CPM-ന്റെ 9 വർഷമായി തുടരുന്ന നയത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു പ്രസ്താവനയും ഇവരുടെ നിലപാടും എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമാകുന്നതാണ്. ഇത് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ മാത്രമല്ല, PC ജോർജിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റ് K സുരേന്ദ്രന്റെ കാര്യത്തിലും ഒക്കെ CPM-ന്റെ സർക്കാരാണെങ്കിലും ഇവരുടെ നേതാക്കന്മാരാണെങ്കിലും കുറച്ചു കാലമായി തുടരുന്ന സമീപനമാണ് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, വിദ്വേഷ പ്രാസംഗികർക്ക് പ്രോത്സാഹനം കൊടുക്കുക, എന്നിട്ട് അവിടെ വിഭാഗീയത ഉണ്ടാക്കി മനുഷ്യരെ തമ്മിലടിപ്പിച്ച് അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ള തന്ത്രം മാത്രമാണ്. പക്ഷെ ഇവർ ചെയ്യുന്നത് ഒരു കൊടിയ പാതകമാണ് യഥാർത്ഥത്തിൽ CPM ഇപ്പോ മലയാളികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഗീയമായി വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരാളെ, പ്രത്യേകിച്ചും SNDP എന്നാൽ എന്താണ് എന്ന് നമുക്കറിയാം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളെ, അദ്ദേഹത്തിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതുപോലെ മദ്യം വിഷമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന മൂല്യങ്ങളെ നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനാണ്, ഒരു ഫ്രോഡാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഇപ്പോ ആദ്യമായിട്ടല്ല ഇതേപോലുള്ള പരാമർശം നടത്തുന്നത്. അപ്പൊ അത്തരം ആളുകൾക്കെതിരെ ഇത്ര കൃത്യമായി നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് കേസെടുക്കാൻ വകുപ്പുണ്ടായിട്ട് കുറ്റവാളിയായി അദ്ദേഹത്തെ തിരുത്താനെങ്കിലും, പ്രസ്താവന ശരിയായില്ല, അത് മോശമായി എന്ന് പറയാനെങ്കിലും ഒരു തന്റെ ഇടം കാണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ
പിണറായി വിജയന്റെ ഭാഗത്തു നിന്നോ അവരുടെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ CPM-ന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നോ ഇത്ര വർഗീയമായി പരാമർശം നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുള്ള ഒരാൾക്കെതിരെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് തള്ളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശ്രീ CK ശാക്ർ ഇന്നും പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്ത MA ബേബി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി അത്തരം ഒരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു, അത് BJP-യുടെ ഒരു അജണ്ടയാണ് വെള്ളാപ്പള്ളി അവിടെ പറഞ്ഞത് എന്നാണ്, അതിന് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞു. ഈ സജി ചെറിയാൻ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് ഇതിനെ അനുകൂലിക്കുന്നില്ല, മലപ്പുറത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ അനുകൂലിക്കുന്നില്ല, അത് വർഗീയമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ 30 വർഷം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ഒരു ആദരമൊരുക്കലാണ് വെള്ളിയാഴ്ച ചേർത്തലയിൽ നടക്കുന്നത്. അതിലെന്തിനു വിട്ടു നിൽക്കണം എന്നാണ് CPM ചോദിക്കുന്നത്. കാരണം അവിടെ നമ്മൾ SNDP യോഗത്തെ അപമാനിക്കുന്നതിന് തുല്യമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് രണ്ടിനെയും രണ്ട് രീതിയിൽ കാണുക എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചത് അത് ഇവരുടെ ഇരട്ടത്തപ്പാണ്. ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളി BJP-ക്ക് അനുകൂലമായി നിൽക്കുന്നു, അതുപോലെ തന്നെ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു. ഈ എല്ലാ വിഷയങ്ങളിലും ഇപ്പൊ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ എന്താണ് ഇവർ കേസെടുക്കാത്തത്? അങ്ങനെ ഒരു കൂട്ടർ, അതായത് എല്ലാ വിഭാഗത്തെയും ഇഷ്ടമാക്കി സംസാരിച്ച് പോകുന്ന ഒരു ശൈലിയാണ് ഇവർ കാലങ്ങളായി തുടരുന്നത്. അതിലെന്താ വ്യത്യാസമുള്ളത്? ഇവിടെ നിങ്ങൾ നോക്ക്, ഇപ്പോ 1903 മുതൽ 1928 വരെ അതിന്റെ പ്രാരംഭകാലം തൊട്ട് പ്രസിഡന്റായി അദ്ദേഹത്തിന്റെ ധർമ്മപരിപാലനത്തിന് വേണ്ടി, അതായത് ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മപരിപാലനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനത്തെ ഒരു അബ്കാരി കോൺട്രാക്ടർ, ഒരു തികഞ്ഞ വർഗീയവാദി, ജാതി പറയാൻ പാടില്ല, മതം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഒരു സംഘടന. അതോടൊപ്പം തന്നെ 1916 നമുക്കറിയാം പൂർണ്ണമായും ജാതി ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു സംഘടന എന്നാണ് SNDP-യെ അതിന്റെ സ്ഥാപകകാലം മുതൽ ഡോക്ടർ പൽപ്പ് മുതൽ അതിന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയ കുമാരനാശാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്ക്, 30 വർഷമായി SNDP എന്ന സംഘടനയെ ആ തത്വങ്ങൾക്ക് 100% വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹം കൊണ്ടുപോകുന്നത്. അപ്പൊ അദ്ദേഹത്തെ ആദരിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം യഥാർത്ഥ ഗുരുനിന്ദ നടത്തുന്ന ആളല്ലേ അദ്ദേഹം? ശ്രീനാരായണ ഗുരുവിനെ അപമാനിക്കുന്ന ഒരു പ്രവർത്തനങ്ങളുമായി കാലങ്ങളായി തുടരുന്ന 30 വർഷമായി തുടരുന്ന ഒരു ശുദ്ധനായ അല്ലെങ്കിൽ ശുദ്ധമായ കച്ചവടം ചെയ്യുന്ന ഒരു സാമൂഹ്യ ദ്രോഹി എന്നല്ലേ നമുക്ക് ഇയാളെ പറയാൻ പറ്റുള്ളൂ. ആ സാമൂഹ്യ ദ്രോഹിയെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അങ്ങനെയല്ലല്ലോ. ഒന്നുകിൽ അദ്ദേഹം നടത്തിയുള്ള പരാമർശങ്ങളെ പ്രസംഗങ്ങളെ തിരുത്താനെങ്കിലും ഇവർ തന്നെയാണ് കാണിക്കേണ്ടത്. ശരി, ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാത്തത്? തള്ളിപ്പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ, പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെള്ളാപ്പള്ളിക്ക് സ്വീകരണം ഒരുക്കുന്ന ചടങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പ്രസ്താവന തള്ളിപ്പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? ഇതിനെ രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. അദ്ദേഹത്തിന്റെ പ്രസ്താവനത്തെ ഇടതുപക്ഷവും മുന്നണിയും LDF നേതാക്കന്മാരും എതിർത്തിട്ടുണ്ട്. പക്ഷെ അവർ പങ്കെടുക്കുന്നത് നേരത്തെ കമ്മിറ്റ് ചെയ്തൊരു പ്രോഗ്രാം, അതിലുപരി അദ്ദേഹത്തിന്റെ 30 വർഷമായിട്ടുള്ള ഒരു രീതിയുമായി തുടർന്നാണ് പങ്കെടുക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്കും പറയാനുള്ള ഒരു കാര്യം, ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും R ശങ്കറും ഒക്കെ ഇരുന്ന മഹാരഥന്മാരിരുന്ന ഒരു കസേരയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാൻ യാതൊരു യോഗ്യതയുള്ള ആളല്ല. കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ സാങ്കേതിക പ്രശ്നമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം, കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. ശ്രീ ഷാബു പ്രസാദ്, അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണം, വെള്ളാപ്പള്ളി നടേശന് ആദരവ് നൽകുന്ന ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന്. പക്ഷേ അത് സാധ്യമല്ല എന്നുള്ളത് ഇന്ന് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളിൽ വ്യക്തമാണ്. അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു, ഞാൻ എന്തായാലും പങ്കെടുക്കുമെന്ന്. ഇനി മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അത് സജി ചെറിയാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാണ്. താങ്കളുടെ ഒരു നിലപാട് എങ്ങനെയാണ്? ഈ ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറി നിൽക്കേണ്ടതാണോ? ഇവിടെ ഒരു വിഷയം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് എന്താവും, തൻ്റെ വാക്കുകൾ ഏതൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും, അങ്ങനെയൊന്നും ചിന്തിച്ച് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അദ്ദേഹത്തിന് അന്നേരം തോന്നുന്നത് വെട്ടി തുറന്ന് പറയുകയും അതിൻ്റെ വരുംപരായികളെ പറ്റിയൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ അദ്ദേഹം ധാരാളം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്, ധാരാളം പറഞ്ഞിട്ടുമുണ്ട്. ഒരു കാര്യം അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യും. കാര്യം ഈ ഇരു മുന്നണികൾക്കും
അദ്ദേഹത്തിനെയോ അല്ലെങ്കിൽ ഈ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ ഈഴവ സമുദായത്തെയോ പിണക്കാനാവില്ല, അകറ്റി നിർത്താനാവില്ല എന്ന്. കാരണം ഈഴവ സമുദായം എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനസംഖ്യയുടെ തന്നെ ഏണ്ട 30-35% കേരളത്തിലെ അതിൻ്റെ അകത്ത് തന്നെ വളരെ നിർണായകമായ സ്വാധീനമുണ്ട് ഈ SNDP. അതുകൊണ്ട് തന്നെ ഈ ഇരു സംഘടനകളും ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ അല്ലെങ്കിൽ ഈ SNDPക്കെതിരെ വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് SNDPക്കെതിരെ എന്ന രീതിയിലേക്ക് മാറ്റാൻ അവർക്ക് ഈസി ആയിട്ട് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് മിണ്ടില്ല, അവർ ചെയ്യുകയുമില്ല. ഇപ്പം ഇവിടെ ശ്രീ ഷാക്കിർ ഇത്ര വീര്യത്തോടു കൂടി പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈഴവ വോട്ടുകൾ SNDPയുടെ വോട്ടുകൾ അവരെ പ്രീതിപ്പെടുത്തിയിട്ടോ അവരെ പറയാതിരുന്നിട്ടോ ഒരു കാര്യമില്ല. അതുകൊണ്ട് അവരുടെ ഒരു വിഷയമേ അല്ല. എന്നാൽ ഇപ്പൊ ഷാക്കിർ ഇവിടെ പറഞ്ഞ ഇതേ വീര്യമുള്ള നിലപാട് ആണോ കോൺഗ്രസിൻ്റെത്? കോൺഗ്രസിന് അവർ നിലകൊള്ളുന്ന ഒരു മുന്നണിയാണല്ലോ. ഷാക്കിർ ഇവിടെ പറയേണ്ടത് ഇപ്പൊ CPM-നെ കൊണ്ട് മാപ്പ് പറയിക്കോ അല്ലെങ്കിൽ CPM-നെ കൊണ്ടോ എതിർക്കുന്നതിനോ പകരം അവർക്ക് നിർണായക സ്വാധീനമുള്ള അവർ നിലനിൽക്കുന്ന ഒരു മുന്നണിയിലെ ഒരു വലിയ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ആ മുന്നണിയെ കൊണ്ട് അവരുടെ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ കൊണ്ട് ഈ ഒരു തീരുമാനം എടുപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു അഭിപ്രായം പറയിക്കാനോ ഷാക്കിറിന് പറ്റുമോ? പറ്റില്ല. ഷാക്കിറിന് പറയാം, മുസ്ലിം ലീഗിനും പറയാം. കാര്യം അവർക്ക് ഈ വിഭാഗത്തിന്റെ വോട്ട് എന്ന് പറയുന്നത് അവരുടെ ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഇരു മുന്നണികളും കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസ് ആയാലും CPM ആയാലും ഒരക്ഷരം പോലും മിണ്ടില്ല. പറഞ്ഞാൽ തന്നെ വളരെ സോപ്പിട്ട വളരെ മൈൽഡായിട്ട് മാത്രമേ അഭിപ്രായം പറയുകയുള്ളൂ. കാരണം അവർക്കറിയാം അതിൻ്റെ ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. അത് മനസ്സിലാക്കി തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും അപ്പോൾ പിന്നെ ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ ഒരു നിലപാടുണ്ടായിരുന്നു, വെള്ളാപ്പള്ളി നടേശനെ ഒറ്റപ്പെടുത്തരുതെന്ന്. പ്രകോപനപരമായ രീതിയിൽ അദ്ദേഹം ഈ പ്രസംഗം അവിടെ നടത്തിയിട്ട് പോലും അതിൽ ഹിന്ദു ഐക്യവേദി പറയുന്നത് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്നാണ്. അതിൽ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അത് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് തന്നെയാണെന്നാണ്. അപ്പോൾ ഈ CPM-ന്റെ ഈ നിലപാട് ഏകദേശം അതുപോലെ തന്നെ വരികയാണല്ലോ. ഹിന്ദു ഐക്യവേദിയുടെ അതേ നിലപാട് തന്നെയായി മാറുകയാണ്. അല്ല, ഒറ്റപ്പെടുത്തരുത് എന്ന്. രാഷ്ട്രീയ പാർട്ടിയല്ല ഹിന്ദു ഐക്യവേദി, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അവരിവിടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഒന്നും പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് കാര്യം അവരുടെ ആ ഒരു വോട്ടിന്റെ ദൃഷ്ടിയിൽ ഹിന്ദു ഐക്യവേദിയുടെ നിലപാടിനെ നമ്മൾ കാണേണ്ടതില്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ അകത്തെ മെറിറ്റോ ഡിമെറിറ്റോ ഒന്നും അതിനെപ്പറ്റി ഒന്നും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അദ്ദേഹം പ്രകടിപ്പിച്ചത് അദ്ദേഹം നിലകൊള്ളുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ആ സമുദായത്തിന്റെ ഒരു കൺസേൺ ആണ്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മഞ്ജുഷേ, ഈ മലപ്പുറം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു സംസ്ഥാനമല്ലേ? അല്ല, ഒരു ജില്ലയല്ലേ? ഈ കേരള സംസ്ഥാനത്തിലെ ഒരു ജില്ലയല്ലേ? ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? ഈ മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പം അതിൻ്റെ അകത്ത് അത് അന്നരവധി മുസ്ലിം വിരുദ്ധമാക്കുന്നത് എന്തിനാണ്? മലപ്പുറത്തിൽ ജീവിക്കുന്ന ഏതാണ്ട് എനിക്ക് തോന്നുന്നു 60% തോന്നുന്നു മുസ്ലിം ജനസംഖ്യ അവിടെ ഉള്ളത്. 40% മറ്റുള്ള മതസ്ഥരും അവിടെ ഉണ്ട്. മലപ്പുറത്തിനെ പറ്റി പറയുമ്പോൾ ഇത് മലപ്പുറത്തിനെതിരെ മാത്രമല്ല. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവിടെ കണ്ണൂരിനെ പറ്റി പറഞ്ഞില്ല. കണ്ണൂർ വേറൊരു രാജ്യമാണെന്നുള്ള രീതിയിലാണ് ഈ CPM-കാർ നടക്കുന്നത്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ, അവിടേക്ക് വേറൊരാൾക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഭരണം. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ ഇവിടെ പൊതുവേ ഉണ്ട്, അഭിപ്രായങ്ങളുമുണ്ട്. അല്ലാതെ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുടനെ ഒരു സമുദായത്തിനെതിരെ, കോട്ടയത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ക്രിസ്ത്യാനികൾക്കെതിരെ തിരിക്കാറുണ്ടോ? അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ പറ്റി എന്തും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇത് ഇവിടെ സാമുദായിക വേർതിരിവ് ഉണ്ടാകുന്നത് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം എന്നാണ് അതിന്റെ അർത്ഥം. ആ രീതിയിൽ വ്യാഖ്യാനിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ ഷാക്കിറൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായ K. സുരേന്ദ്രന്റെ വാക്കുകളാണ്. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചുകൊണ്ട് പറയുകയാണ്. മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അവിടെ അദ്ദേഹം ബന്ധിപ്പിക്കുന്നത് ഈ പറയുന്ന പോലെ മുസ്ലിം വിരുദ്ധതയാണ്. നോമ്പുകാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സ്ഥലമാണ്. അതിന് പിന്നീട് PK ഫിറോസ് അതിന് മറുപടി പറയുന്നു. എന്നാൽ നോമ്പുകാലത്ത് മരിച്ച ആളുകളുടെ എണ്ണം നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരു വർഗീയമായ രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിനൊരു മരുന്നിട്ട് കൊടുക്കുകയായിരുന്നു വെള്ളാപ്പള്ളി ചെയ്തത്. അല്ല, ഞാൻ അത്രയൊന്നും എക്സ്ട്രീമിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അത്രയും എക്സ്ട്രീമിലേക്ക് പോവുകയാണ് വെള്ളാപ്പള്ളിയുടെ ഈ വാക്കുകൾ, അത്രയും എക്സ്ട്രീമിലേക്ക് നീങ്ങുകയാണ് പിന്നീട്. അതിപ്പോ ഞാൻ 10-26 വർഷമായിട്ട് കോഴിക്കോട് ജീവിക്കുന്ന ഒരാളാണ്.
ഞാൻ തിരുവിതാംകൂർ ജനിച്ച് ഞാൻ കോഴിക്കോടേക്ക് വന്ന് ഇവിടെ മൈഗ്രേറ്റ് ചെയ്തു വന്ന് കോഴിക്കോട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ മലപ്പുറം ജില്ലയിലും ഒക്കെ ആയിട്ട് ധാരാളം ബന്ധങ്ങളുണ്ട്. കോഴിക്കോടിന് ചേർന്ന് കിടക്കുന്ന ജില്ലയാണത്. ശരിയാണ് ഈ പറഞ്ഞതുപോലെ അവിടെ ആ സമയത്ത് ഈ റംസാന്റെ സമയത്ത് ഈ നോമ്പിന്റെ സമയത്ത് ഹോട്ടലുകൾ വളരെ വളരെ കുറവാണ്. ഒരു 90% ഹോട്ടലുകളും അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയുണ്ട് അവിടെ. അതിൻ്റെ പല കാരണം ഒന്ന് ഈ മതവിശ്വാസികൾ പകൽ സമയം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അവർ ഭക്ഷണം ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നില്ല. പിന്നെ ആ സമയത്ത് ബിസിനസ് കുറവ്, അങ്ങനെ പല കാരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ചില മേഖലകളിൽ ചില പോക്കറ്റുകളിൽ അതിന് ആ എക്സ്ട്രീമായിട്ടുള്ള ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും വരാറുണ്ട്. പക്ഷെ പൊതുവേ ഇങ്ങനെയാണ്. പക്ഷെ എന്നാൽ തുറന്നിരിക്കുന്ന ഹോട്ടലുകളും ധാരാളമുണ്ട്. ആ തുറന്നിരിക്കുന്ന ഹോട്ടലുകളിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ധാരാളം യാത്ര ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ജോലിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. മലപ്പുറം ജില്ലയിൽ കൂടെ ഒക്കെ എനിക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ തുറന്നിരിക്കുന്ന ഹോട്ടലുകൾ കുറവാണ്. ആ ഹോട്ടലുകളാണെങ്കിൽ ഭയങ്കര തിരക്കുമായിരിക്കുകയും ചെയ്യും. മഞ്ചേരിയിലും മലപ്പുറം ടൗണിൽ തന്നെയും ഒക്കെ തുറന്ന ഹോട്ടലുകളുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവിടുന്ന്. അതുകൊണ്ട് അതിനൊന്നും അത്രയും എക്സ്ട്രീമിലോട്ടൊന്നും പോയി പച്ചവെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയൊന്നും മലപ്പുറം ജില്ലയിലുണ്ട് എന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ചില ഭാഗങ്ങളിൽ ചില പോക്കറ്റുകളിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ വർഗീയമായിട്ട് തന്നെ അതിനെ കാണുന്ന ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ ഉണ്ട് അവരുടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഈ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾക്ക് ചില പോക്കറ്റുകളിൽ ഈ സാധാരണക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. അതിൻ്റെ അകത്ത് അതിൻ്റെ റിസൾട്ടുകൾ പല ഭാഗത്തും മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും ഉണ്ടാകാറുണ്ട്. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ പണിക്കർ, വെള്ളിയാഴ്ച ചേർത്തലയിൽ താലൂക്ക് യൂണിയൻ സംഘടിപ്പിക്കുന്ന വെള്ളാപ്പള്ളിക്കുള്ള സ്വീകരണ ചടങ്ങിൽ, അത് കുമാരനാശാനേക്കാളും കൂടുതൽ കാലം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ സ്വീകരണമാണ് അവിടെ ഒരുക്കുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, 4 മന്ത്രിമാരും പങ്കെടുക്കുന്നു. മുൻപ് തീരുമാനിച്ച ഒന്നാണ്. അതിനിടയിലാണ് ഈ മലപ്പുറം പരാമർശം വന്നത്. ആ സമയത്ത് CPM എന്തായാലും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞേ പറ്റുകയുള്ളൂ. അങ്ങനെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് ശക്തി എത്രത്തോളമാണെന്നതിൽ സംശയമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെള്ളിയാഴ്ച ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. സ്വാഭാവികമാണല്ലോ ഇത്. പങ്കെടുക്കാതിരിക്കാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിയുമോ? താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെ? മുഖ്യമന്ത്രി വിട്ടുനിൽക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ഒപ്പം നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് വെള്ളാപ്പള്ളിയെ മാറ്റണമെന്ന ആവശ്യവും ഉയരുന്നു. ഇത് രണ്ടും സാധ്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിന് തയ്യാറാകുമോ CPM? ലേശം പൊളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് പോലെ CPM-നെ സംബന്ധിച്ചിട്ടാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും നിലവിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പിണക്കാനായിട്ട് ഇരുവരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കൂടുതൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുണ്ടായിരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ഇതെല്ലാം കഴിഞ്ഞ ശേഷം CPM-ന്റെ ആഭ്യന്തരമായിട്ടുള്ള വിലയിരുത്തലിനെ പറ്റി നമ്മൾ മാധ്യമങ്ങൾ വഴി അറിഞ്ഞത് തന്നെ ഈ ഇടതുപക്ഷത്ത് നിന്ന് വളരെ കൂടുതലായിട്ട് ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു എന്നതാണ്. അപ്പോൾ ആ ഒരു ചോർച്ച, പരമ്പരാഗതമായിട്ട് തങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന രീതിയിലത്തേക്ക് CPM കണ്ടിരുന്ന ഒരു സമുദായത്തിൻ്റെ വോട്ട് ബേസിൽ ചോർച്ച ഉണ്ടാകുന്നുണ്ട്. അത് കൂടുതലായിട്ട് പോകുന്നത് BJP-യിലേക്കാണ് എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ എല്ലാവരും ഇതിനോടകം തന്നെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വിഭാഗത്തിനെ പിണക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ പലപ്പോഴും ഇവരുടേതായിട്ടുള്ള പ്രകടമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സുപ്രധാന നേതാക്കന്മാരാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ശ്രീ MA ബേബിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചിരുന്ന മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. നേരത്തെ ഈ പറഞ്ഞതുപോലെ നവോത്ഥാന സമിതിയിൽ അദ്ദേഹം തുടരുമോ എന്ന ചോദ്യത്തിന് തുടരില്ല എന്ന രീതിയിലത്തേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകുമെന്ന രീതിയിലത്തേക്കോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അതിന് ബന്ധപ്പെട്ട ആൾക്കാർ ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ വിഷയത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതിയിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരഭിപ്രായം പറയാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ എതിർക്കുന്ന ശ്രീ MA ബേബിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊന്ന്, നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വിദ്വേഷ പ്രസംഗങ്ങളോ വിദ്വേഷ പ്രസ്താവനകളോ വരുന്നത് ആദ്യമായിട്ടല്ല. ഏറ്റവും അടുത്ത് നമ്മൾ ശ്രീ PC ജോർജുമായി ബന്ധപ്പെട്ട ഒന്നിലധികം കേസുകൾ കണ്ടതാണ്. ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിച്ചത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, 30-35 വർഷമായിട്ട് MLA ആയിട്ട് ഉള്ളയാളാണ്. അങ്ങനെയുള്ള ഒരാളിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ പല നടപടികളും
സാധ്യമായിരുന്നിട്ടും അതൊന്നും അല്ല സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. ഇതെല്ലാം തന്നെ അല്ല, ഇവിടെയും വിദ്വേഷ അങ്ങനെ പ്രസംഗം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നടത്തിയതിന് പേരിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ നിരവധി പരാതികൾ പോലീസിന് കിട്ടിയിരുന്നു. യൂത്ത് ലീഗും കൊടുത്തിരുന്നതാണ്, ഷാക്കിറിന്റെ സംഘടനയും കൊടുത്തതാണ് പരാതി. പക്ഷേ ഇപ്പോൾ പോലീസിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് കേസെടുക്കുന്നില്ല. കാരണം മലപ്പുറം അല്ല, അതാണ് എന്ന് പറഞ്ഞു എന്നല്ലാതെ ഏതെങ്കിലും ഒരു സമുദായത്തെ മോശമായി ചിത്രീകരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വിദ്വേഷ പരാമർശത്തിന് കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ശ്രീ പി സി ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രസ്താവനകളെ എങ്ങനെയാണ് സമീപിച്ചത്, അതിലെങ്ങനെയാണ് കേസെടുത്തത്, എങ്ങനെയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്, ഏതൊക്കെ സാഹചര്യങ്ങൾക്ക് അദ്ദേഹത്തിനെ വിധേയമാക്കി എന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന വരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസിഡൻറ്റുകളൊന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന നടക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനായിട്ടുള്ള വകുപ്പുണ്ടായിട്ടും അതിനെതിരെ കുറേയധികം ആൾക്കാർ പരാതി പറഞ്ഞതിന് ശേഷവും പോലീസ് എന്താ ചെയ്തത്? നിയമോപദേശം തേടുന്നു. എന്നിട്ട് ആ നിയമോപദേശം വരുന്നത് എങ്ങനെയാണ്? താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഏത് വിഭാഗത്തിനെയാണ് ആക്ഷേപിച്ചത് എന്ന് പ്രസംഗത്തിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെന്തിനാണ്? ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത് വെള്ളാപ്പള്ളി നടേശൻ അല്ല എന്ന് കരുതിക്കോ, ഇത് പി സി ജോർജ് തന്നെ ആയിരുന്നു പറഞ്ഞത് എന്ന് കരുതിക്കോളൂ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിയമോപദേശം എടുക്കുമായിരുന്നോ? ഇല്ല. അദ്ദേഹത്തിനെതിരെ റെഡിലി കേസ് ചാർജ് ചെയ്യുമായിരുന്നു. നമുക്കറിയാം ഇവിടെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്ന എത്രയോ ലളിതമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വപ്ന സുരേഷ് ശ്രീ കെ ടി ജലീലിനെതിരെ എന്തോ മൊഴി കൊടുത്തു എന്നതിൻ്റെ പേരിൽ കലാപാഹ്വാനത്തിന് കേസെടുത്ത പോലീസുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോൾ ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പ്രസ്താവനയിലെ ചില കാര്യങ്ങൾ നോക്കുക. അതായത് മലപ്പുറം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെ പല ആൾക്കാർക്കും സ്വാതന്ത്ര്യമില്ല, സാമൂഹ്യ നീതിയില്ല, സ്വതന്ത്രമായ വായു അവിടെ ലഭിക്കുകയില്ല, സ്വാതന്ത്ര്യം നേടിയതിൻ്റെ അവകാശങ്ങൾ അവിടെയുള്ള പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്നില്ല തുടങ്ങിയ സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതല്ലാതെ അദ്ദേഹത്തിന് കാര്യമായ വിമർശനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ആൾക്കാർക്ക് ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയണമായിരുന്നു. ആ രീതിയിൽ പറയാതെ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലം പോലും അവിടെയുള്ള ആൾക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്ന രീതിയിലത്തേക്ക് ഒരു പ്രസ്താവന പറഞ്ഞാൽ അത് തീരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. അതുതന്നെയാണ് പല നേതാക്കന്മാരും പിന്നീട് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമ്മൾ കാണുന്നതും. പക്ഷേ ഇവിടെ പ്രകടമായിട്ട് നമ്മൾ കാണേണ്ടത് പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും പ്രതികരിച്ചിട്ടില്ല. പ്രതികരിച്ചിരിക്കുന്ന നേതാക്കന്മാരോട് ചോദിക്കുന്ന സമയത്ത് അഴകുഴമ്പൻ നിലപാടാണ്. അതായത് ഒന്ന്, നിയമോപദേശം കിട്ടിയിരിക്കുന്നു, അതിൻ്റെ പേരിൽ കേസെടുക്കുന്നില്ല. രണ്ടാമത്, ശ്രീ എം എ ബേബി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ പോലും നവോത്ഥാന സമിതിയിൽ അദ്ദേഹം തുടരുമോ എന്നുള്ള ചോദ്യത്തിന് ബന്ധപ്പെട്ട ആൾക്കാർ ഉചിതമായ തീരുമാനമെടുക്കുന്നു എന്ന് പറയുന്നു. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ശ്രീ സജി ചെറിയാൻ്റെ പ്രസ്താവനയാണ്. അപ്പോൾ സജി ചെറിയാൻ തന്നെ പറയുന്നത് എന്തൊക്കെയാണ്? വെള്ളാപ്പള്ളി നടേശൻ ആരാണ് എന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയതുകൊണ്ട് രാഷ്ട്രവിരുദ്ധത ഉണ്ടാകുന്നില്ല. അതായത് ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ വ്യാപകമായി ചിത്രീകരിക്കപ്പെടുന്നത് പോലെ ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്താവനയാണ് എന്ന് ചിത്രീകരിക്കപ്പെടുന്നത് പോലെ അങ്ങനെ ഒരു പ്രസ്താവന ഒരാൾ നടത്തിയിട്ടുണ്ട് എങ്കിലും അവിടെ പോകുന്നത് കൊണ്ട് താൻ ആൻറ്റി നാഷണൽ ആകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രവിരുദ്ധത ഉണ്ടാകുന്നില്ല, നിങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളിയെ നാട്ടുകാർക്ക് അറിയാമെന്നും പറയുന്നുണ്ട്. ഇത്രയും വർഷങ്ങളായി SNDP യോഗം ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിൽ മറ്റ് അർത്ഥം കാണേണ്ടതില്ല എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അതെ, ആദ്യം അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നെയാണ്. വെള്ളാപ്പള്ളി ആരാണെന്നും അദ്ദേഹത്തിനെ പറ്റി വളരെ കൃത്യമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതുപോലെ തൊടാൻ സംസ്ഥാന സർക്കാർ ഇത്തിരി പുളിക്കും. അതേപോലെയുള്ള പുളിപ്പ് ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തുമുണ്ട്. ഞാൻ ഏത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് ഇതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ യൂത്ത് ലീഗ് പ്രതികരിച്ചിരിക്കുന്നു, യൂത്ത് ലീഗ് കേസ് കൊടുത്തിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ മുസ്ലിം ലീഗും അതേപോലെ പ്രതികരിക്കാം, സാധ്യതയില്ലാതില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പി സി ജോർജിൻ്റെ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏതൊക്കെ നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്? ഞാൻ നെറ്റിലൊക്കെ നോക്കിയ സമയത്ത് AP അനിൽകുമാറിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. അദ്ദേഹത്തിൻ്റെതല്ലാതെ മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ആരുടെയും പ്രസ്താവന ഞാൻ ഇതിൽ കാണുന്നില്ല. മലപ്പുറത്തെ നേതാക്കളല്ലാതെ പ്രസ്താവന നടത്തിയിട്ടില്ല. ഷാക്കിർ, അത് ശരിയുമാണ് കേട്ടോ. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളൊന്നും അങ്ങനെ ഒരു ശക്തമായിട്ടൊരു നിലപാട് വെള്ളാപ്പള്ളി നടേശനെതിരെ എടുത്തിട്ടില്ല എന്ന് കാണാം. പിന്നെ മറ്റൊരു കാര്യം, ഈ ചേർത്തലയിൽ വെള്ളിയാഴ്ചത്തെ പരിപാടിയിൽ ശരിക്കും കോൺഗ്രസ് നേതാക്കളെ വിളിച്ചിരുന്നതാണെന്നാണ് അറിയുന്നത്. പക്ഷേ AICC സമ്മേളനം അഹമ്മദാബാദിൽ നടക്കുന്നത് കൊണ്ട് അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഷാക്കിർ, അപ്പോൾ ലീഗിന്റെ ശബ്ദം മാത്രമായിട്ട് ഇത് ഒതുങ്ങുകയാണ്. ഷാക്കിറിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്നു എന്ന് വെറുതെ പേരിന് പറയുന്നു എന്നല്ലാതെ ഒരു നിലപാടെടുക്കുവാനായിട്ട് CPM-നോ ഇടതുപക്ഷത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നത് വാസ്തവമാണ്. അതുകൊണ്ടാണല്ലോ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കാൻ പോകുന്നത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതും ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടുകളോ CPM-ന്റെ നിലപാടുകളോ ആയിട്ട് ബന്ധമില്ല.
അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയുടെ ഇടതുപക്ഷ മുന്നണി മൊത്തത്തിൽ എതിർപ്പുണ്ട്. അതാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ തന്നെ പുറത്തു വന്നത്. പിന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ കുറിച്ചുകൂടെ നേരത്തെ തന്നെ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും ആർ ശങ്കറും ഒക്കെ ഇരുന്ന ആ കസേരയിൽ കുറെ അധികം നാളുകൾ ഇരുന്നു. കുമാരനാശാൻ കൂടുതൽ നാൾ ഇരിക്കാതിരുന്നത് അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോയതാണല്ലോ, എന്തിനാരും മാറ്റിയതല്ല. ഇവിടെ വെള്ളാപ്പള്ളി നടേശനകത്ത് കടിച്ചു തൂക്കി കിടക്കുകയാണ്. അപ്പൊ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറഞ്ഞുകൊണ്ട്, ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷതയെ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തെ എന്നും കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സമുദായമാണ് SNDP. അതുപോലെ തന്നെ മുസ്ലിം ലീഗ്. നമുക്കറിയാം 1992 ബാബറി മസ്ജിദ് തകർത്തപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ചോര ഒഴുകിയപ്പം കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗും പാണക്കാട്ടെ തങ്ങളുടെയൊക്കെ ഇടപെടൽ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ മുസ്ലിങ്ങളും വളരെയധികം അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്, SNDP പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ അതിനകത്ത് വരുന്ന ആളല്ല. കാരണം നിങ്ങൾ പറയുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പ്രദാനം ചെയ്യുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൽ ഈഴവ ജനതയുടെ 5% പോലും ഈ ശാഖയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ല. എന്റെ അടുത്ത് തന്നെ SNDPയുടെ NSSന്റെ ശാഖകളുണ്ട്. അവിടെ ഒരു 500-550 ഈഴവ മെമ്പർമാരുണ്ടെങ്കിൽ 5-10 പേരാണ് ഈ SNDPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവരെ കാണിച്ചുകൊണ്ട് SNDP ആയാലും NSS ആയാലും ഈ സമുദായ നേതാക്കന്മാരെ കാലാകാലങ്ങളിൽ ഭരിക്കുന്ന കക്ഷികളെ വരട്ടിക്കൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷ മുന്നണിയുമായിട്ട് കൈകോർത്ത് നിൽക്കുന്നു. മകൻ തുഷാർ BJPയുമായിട്ട് കൈകോർത്ത് നിൽക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം വളരെ കൂടുതൽ കേസുകൾ വെള്ളാപ്പള്ളി നടേശനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അന്വേഷിക്കേണ്ട കോടാനുകോടി രൂപയുടെ അഴിമതി കേസുകളുണ്ട്. ആ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും മകനെ അപ്പുറത്ത് BJPയുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ അടുത്ത സമയത്ത് പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് ഈ തുഷാർ വെള്ളാപ്പള്ളി തിരിച്ചു വന്ന് UDF-ആയിട്ട് മുന്നണി ഉണ്ടാക്കാൻ ഒരിക്കലും വരില്ല. തുഷാർ വെള്ളാപ്പള്ളി എന്ന് UDF മുന്നണി ചേരുന്ന BJP മുന്നണി വിടുന്ന പിറ്റേന്ന് അച്ഛനും മോനും ജയിലിൽ പോകും. നമുക്കറിയാലോ തുഷാർ വെള്ളാപ്പള്ളി ജയിലിൽ കിടന്നു. പക്ഷേ ഇതേ വെള്ളാപ്പള്ളിയെയും SNDP യോഗത്തെയും പിണക്കുവാനായിട്ട് CPM-നും ഇടതുപക്ഷത്തിനും കഴിയില്ല. അല്ലെങ്കിൽ ഇത്രയും കത്തി നിൽക്കുന്ന ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് പോലും വെള്ളിയാഴ്ച സ്വീകരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിയുന്നില്ല? ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഒരുപാട് ചോദ്യങ്ങൾ ഇതേക്കുറിച്ച് ഉയരുന്നുണ്ട്. മതേതര മനസ്സാണെങ്കിൽ മാറി നിൽക്കണം എന്നുള്ളത്. കാരണം മലപ്പുറത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ അല്ലേ? അതുകൊണ്ടാണല്ലോ അപലപിക്കുന്നത്. ഇല്ല, മുസ്ലിം വിരുദ്ധമാണെന്നൊന്നും ഞങ്ങളാരും അതിനെ പറയത്തൊന്നുമില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അവക്വമായ ഒരു പ്രസംഗമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ മുസ്ലിങ്ങളോ 1-2 പേര് തീവ്രവാദികളോ ഭീകരവാദികളോ ഒക്കെ ഉണ്ടാകാം. അത് വളരെ ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ. ഞാൻ ചവറക്കാരനാണ്. ഇവിടെ മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലുള്ള 2 പഞ്ചായത്തുണ്ട്, പന്മന ചവറ. അവിടെയൊന്നും അവരാരും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് പോകുന്നൊന്നുമില്ല. ഇടതുപക്ഷത്തിലുണ്ട്, UDF-ൽ പ്രവർത്തിക്കുന്നുണ്ട്, മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷക്കാരെന്നുള്ളതിൽ ഞാൻ പറയുന്നു, കേസെടുക്കേണ്ടതാണ്. PC ജോർജിനെതിരെ കേസെടുക്കേണ്ട പോലെ കേസെടുക്കേണ്ടതാണ്. കാരണം SNDPയുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന വോട്ടുകളെല്ലാം അറിയുന്നു എന്ന്. SNDPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള മണ്ഡലമാണ് എന്റെ മണ്ഡലമായ കൊല്ലം ലോക്സഭാ മണ്ഡലം. ഇവിടെ വോട്ട് BJPക്ക് വോട്ട് കൂടിയില്ല. ഇവിടെ UDF-ന്റെ പ്രേമയം തന്നെയാണ് വോട്ട് കൂടിയത്. വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ ഇറങ്ങി വോട്ട് പിടിച്ചത് BJPക്ക് വോട്ട് പിടിച്ചത്. ഇടതുപക്ഷ മുന്നണിയിൽ വെള്ളാപ്പള്ളി നിൽക്കുകയും ഭാര്യ BJPക്ക് വോട്ട് പിടിക്കുന്നു, മകൻ BJPക്ക് വോട്ട് പിടിക്കുന്നു. ഇതൊന്നും ഒരു രാഷ്ട്രീയ നയമാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അല്ലല്ല, LDF-ന്റെ സ്ട്രോങ് വോട്ട് ബാങ്ക് ആണല്ലോ ഈഴവ സമുദായം എന്ന് പറയുന്നത്. അവിടെ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടായി എന്നുള്ളത് CPM-ന്റെ വിലയിരുത്തൽ തന്നെയാണ്, ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലാണ്. അപ്പോൾ ആ വോട്ടുകൾ തിരിച്ചു പിടിക്കേണ്ട ഒരു സമയത്താണ് ഇങ്ങനൊരു പ്രസ്താവനയുടെ പേരിൽ വെള്ളാപ്പള്ളിയെ പിണക്കേണ്ട എന്ന നിലപാടെടുത്തിരിക്കുന്നത് പാർട്ടിയും മുന്നണിയും. പരസ്യമായിട്ട് പക്ഷേ പറയുന്ന മറ്റു കാര്യമായിരിക്കും. പക്ഷേ പരസ്യമായിട്ട് പറയും വെള്ളാപ്പള്ളിയുടെ പരാമർശം തെറ്റാണ് എന്ന്. പക്ഷേ പരസ്യമായിട്ട് തന്നെ ആ സ്വീകരണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അല്ല, ഞാനൊരു കാര്യം പറയാം. വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ VM സുധീരൻ മത്സരിച്ചപ്പോൾ VM സുധീരനെ തോപ്പിക്കാൻ നടന്നപ്പോൾ VM സുധീരൻ ജയിച്ചോട്. എന്താ വെള്ളാപ്പള്ളിയുടെ സാധ്യതയോടെ പോയി? മാവേലിക്കരയിൽ PC വിഷ്ണുനാഥ് ജയിക്കുകയാണെങ്കിൽ മീശ എടുക്കുമെന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ. PC വിഷ്ണുനാഥ് വൻപിച്ച പുരുഷൻ ജയിച്ചപ്പോൾ ചെറുപ്പം യൂത്ത് കോൺഗ്രസ്സുകാര് 100 കണക്കിന് ബ്ലേഡ് അയച്ചു കൊടുത്തു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിന് എതിരാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. പിന്നെ SNDPയുടെ വോട്ട് ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് പോയിട്ടുണ്ട്. അത് അവരുടെ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്കോ അവരുടെ കാഴ്ചപ്പാടുകളായിരിക്കാം. അത് വെള്ളാപ്പള്ളി നടേശന്റെ ആഹ്വാനം കൊണ്ടൊന്നും ഈഴവരാരും തിരിഞ്ഞ് BJPക്ക് ഒന്നും വോട്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് അവരുടെ ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരു നിലനിൽപ്പിന്റെ ഭാഗമോ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ചില കാഴ്ചപ്പാടുകളാണ്. കാരണം പക്ഷേ ഈ കാഴ്ചപ്പാട് ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ പറയുന്നത് വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളതാണ്. വിട്ടുനിൽക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശ്രീ CK ഷാക്കിർ, കോൺഗ്രസിനും ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മലപ്പുറത്തെ നേതാക്കളല്ലാതെ
വലിയൊരു വിമർശനമൊന്നും വെള്ളാപ്പള്ളിക്കെതിരെ ഉണ്ടായിട്ടില്ല. ലീഗ് മാത്രമാണ് ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളിയെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നും ഇ ടി പറയുന്നുണ്ടായിരുന്നു ശക്തമായിട്ട് തന്നെ. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. അല്ല, ഈ ലീഗ് മാത്രമല്ല, ഇവിടെ എനിക്കൊരു കുറച്ച് സമയം തരണം. നേരത്തെ ഷാബു പ്രസാദ് അദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ കേട്ടിങ്ങനെ ഇരുന്നാൽ എൻ്റെ അടുത്ത് ടെക്നിക്കൽ പ്രശ്നം കൂടി എന്താണ് മറ്റുള്ളവർ സംസാരിച്ച് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈഴവ സമുദായത്തിന് 35% വോട്ടുണ്ട്. ആ 35% വോട്ട് ഈ വെള്ളാപ്പള്ളി നടേശനാണ് നിയന്ത്രിക്കുന്നത്. എന്തൊരു വിഡ്ഢിത്താണ് പറയുന്നത്. ഇപ്പൊ എന്റെ മുമ്പ് സംസാരിച്ച അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഇതിന്റെ കണക്കും അദ്ദേഹം തോൽപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ വളരെ വലിയ ഭൂരിപക്ഷം ജയിച്ചതും ഒക്കെ. എന്തൊരു നോക്ക് നിങ്ങൾ, പിണറായി വിജയൻ ഏത് ജാതിക്കാരനാണ്? അങ്ങനെ ജാതി നോക്കുകയാണെങ്കിൽ കോൺഗ്രസിലെ ബഹുമാന്യ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ഈഴവ ജാതിക്കാരല്ലേ? അവരൊക്കെ ഈ ഫ്രോഡ് പറയുന്നത് കേട്ടിട്ടാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കുന്നത്? അദ്ദേഹം ഇന്ന് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു പ്രസ്താവന അല്പം മുമ്പ് വന്നിട്ടുണ്ട്. എന്താണ് ഇദ്ദേഹം നടത്തിയത്? ഗുരുനിന്ദയാണ്. അവര് മുസ്ലിം ലീഗുകാരാണോ? നിങ്ങൾ എന്തിനാ ലീഗിനെ പരിധി കിട്ടുന്നത്? ലീഗിന്റെ അഭിപ്രായം അതിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് മലപ്പുറം പറയുമ്പോഴേക്കും ഒരു മതത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ എന്തിനാ നിങ്ങൾ ഞങ്ങളാരും വ്യാഖ്യാനിക്കാൻ വരുന്നില്ല. നിങ്ങൾ മലപ്പുറത്തല്ല, മുസ്ലിം ലീഗിനല്ല, മുസ്ലിം ലീഗിന് എന്ത് പറഞ്ഞാലും അത് ഞങ്ങളത് മൈൻഡ് ചെയ്യാനേ പോണില്ല. ഇതങ്ങനെ കണക്കിലെടുക്കേണ്ട വിഷയം. ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്ര നിസ്സാരമായി ആ കാര്യം പത്രക്കാരോട് പറഞ്ഞു. ഇത്തരം ഫ്രോഡുകൾ പറയുന്ന കാര്യങ്ങളെ അങ്ങനെ ഓൺ ചെയ്ത് അത് ഏറ്റെടുത്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം വസ്തുതയുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞില്ല, കളവുകളെ അല്ലെങ്കിൽ വിദ്വേഷ പരാമർശത്തെ ഭരണകൂടം കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കണക്കുകളൊക്കെ നിങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചോ. കേരളത്തിൽ 2020 ഹയർ സെക്കൻഡറി സ്കൂളുടെ എയ്ഡഡ് മേഖലയിൽ ക്രിസ്ത്യൻ സമുദായം നടത്തുന്നുണ്ട്. 1600 എയ്ഡഡ് സ്കൂളുകൾ ഈഴവ സമുദായത്തിന്റെ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ആൾ നടത്തുന്നുണ്ട്. വെറും 600ഓളം മാത്രമാണ്, അല്ലെങ്കിൽ അതിനടുത്ത് മാത്രമാണ് മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ മാനേജർമാരെ എയ്ഡഡ് സ്കൂളുകളുള്ളത്. എത്ര അന്തരം നോക്കും നിങ്ങൾ. അതുപോലെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗത്തിൽ 28% വരുന്ന 28% വരുന്ന മുസ്ലിം സമുദായത്തിന്റെ ആൾ 12% മാത്രമേ സർക്കാർ ജോലിയിലുള്ളൂ. എത്രയാണ് കുറവെന്ന് നോക്ക് നിങ്ങൾ. അത് പറയാൻ പാടില്ല, അത് സംസാരിക്കാൻ പാടില്ല. ഈ SNDP യോഗത്തിന്റെ രൂപീകരണ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതായത് ജാതീയമായിട്ടുള്ള വേർതിരിവ് അവസാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ അവഗണന നേരിടുന്ന സമുദായത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ 903 മുതലുള്ള അത് ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇദ്ദേഹം ഇത് കള്ളു കച്ചവടത്തിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കച്ചവടത്തിനും മറയാക്കുകയാണ്. ഈ സമുദായത്തിന്റെ പേര് ഇദ്ദേഹത്തിന്റെ പിറകിൽ വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഈഴവ സമുദായം ഒരിക്കലും SNDPയുടെ നയങ്ങളോട് യോജിക്കില്ലെന്ന് മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മത്തെ, ആ പരിപാലന സംഘം എന്ന SNDPയെ മാത്രമല്ല ആ ധർമ്മത്തിന് നേരെ വിരുദ്ധമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ നിങ്ങൾ ദയവ് ചെയ്ത് ഈഴവ സമുദായത്തെ പിണക്കും, അല്ലെ ഈഴവ സമുദായത്തിന് ഇന്നതാണ് അഭിപ്രായം എന്ന് പറയണ്ട. അത് ശരിയല്ല. അതാണ് ഞാൻ ചോദിച്ച ചോദ്യം. അത് CPM ഭയക്കുന്നുണ്ട്, ഇടതുപക്ഷം ഭയക്കുന്നുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസും ഭയക്കുന്നുണ്ട്. അല്ല, നിങ്ങളെ പോലെ ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലല്ലോ ഈ വിഷയത്തിൽ. കോൺഗ്രസിന് ശക്തമായ നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതായത് ഇത് തന്ത്രമാണ്, CPMന്റെ BJPയുടെ തന്ത്രമാണ്. അതായത് നിങ്ങൾ നോക്ക്, വെള്ളാപ്പള്ളി നടേശന്റെ പുത്രൻ എന്ന് പറയുന്നത് മാനസപുത്രനും ഓമനപുത്രനുമാണ്. ആ വെള്ളാപ്പള്ളി നടേശൻ പുത്രനെ എങ്ങോട്ടാ പറഞ്ഞയച്ചത്? സംഘികൾക്കൊപ്പം ഇരുത്തുന്നു. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ തരം പോലെ പിണറായി വിജയന്റെ തോളിൽ ചേർന്നിരുന്ന് അല്ലെങ്കിൽ CPMനൊപ്പം കൂടി എന്താ പറയാ അവരുടെ കാര്യസ്വാധീനം നടത്തുന്നു. എന്നാൽ ഇവരാണെങ്കിലോ PC ജോർജ്, വെള്ളാപ്പള്ളി നടേശൻ, ഇങ്ങനെയുള്ള ഈ ശശികല, ഒരുപാട് വർഗീയ വിഷയങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവർക്കൊക്കെ പ്രോത്സാഹനം നൽകി, ഇവർക്ക് ആവശ്യമായ പിന്തുണ നൽകി അവരെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്ത് ഇത് ചെയ്യണ്? നോക്കൂ നിങ്ങൾ, ഈ കേരളക്കരയിൽ എന്റെ മുമ്പ് സംസാരിച്ച വക്കീൽ പറഞ്ഞതുപോലെ ഇവരുടെ ഈ ശൈലിക്ക് എതിരായി നിയമപരമായി നടപടി സ്വീകരിക്കേണ്ടതിനുള്ള പോളിറ്റ് ബ്യൂറോയുടെ CPM ദേശീയ ജനറൽ സെക്രട്ടറി ഒരു അഭിപ്രായം പറയുന്നു, സജി ചെറിയ മറ്റൊരു അഭിപ്രായം പറയുന്നു. ഇതൊക്കെ നാടകമല്ലേ? ഇതെല്ലാവർക്കും അറിയല്ലോ. ഇന്ന് E.T. മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞത് നിങ്ങൾ നേരത്തെ ഇതിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കാണിക്കണ്ടേ? കൃത്യമാണ്. ഇവരുടെ അജണ്ട നമ്മൾ എത്രയോ കാലമായി പറയുന്നു. RSSനെയും അതുപോലെ തന്നെ മറ്റു വർഗീയ സംഘടനകളെയും വർഗീയത പ്രചരിപ്പിക്കുന്ന ആളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ? ഇപ്പൊ മലപ്പുറത്തെ കുറിച്ച് നേരത്തെ അദ്ദേഹം പറഞ്ഞു, ഷാബു പ്രസാദ്, മലപ്പുറത്ത് 45 ലക്ഷം ജനങ്ങളിൽ 10 ലക്ഷത്തോളം ഹൈന്ദവ മതവിശ്വാസികളാണ്. ഇന്ന് ലോകത്ത് ഇങ്ങനെ ഇത്ര ഒരുമയോടെ സാഹചര്യത്തോടെ കഴിയുന്ന ഹൈന്ദവ മതവിശ്വാസികൾ. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഷാബു മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഷാക്കിറി, മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് പ്രകോപിതരാകുന്നത് എന്തുകൊണ്ടാണ് എന്ന്. അല്ല, പ്രകോപിതരാവില്ല. അങ്ങനെ പ്രകോപിതരാണ്ട ആവശ്യമില്ല. നമ്മളെ ഭ്രാന്തന്മാർ എന്തൊക്കെ വിളിച്ചു പറയുന്നത് അതെല്ലാവരും കണക്കിലെടുക്കോ? നിങ്ങൾ എന്തിനാ നിങ്ങളല്ലേ അദ്ദേഹത്തിനെതിരെ നടപടി വേണം, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടത് നിങ്ങളാണ്. നിങ്ങൾ എന്റെ വാദം ഒരു മിനിറ്റ് പറയട്ടെ. അതായത് അദ്ദേഹം പറഞ്ഞതിനേക്കാൾ നമ്മൾക്ക് സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ?
ഈ അത്തരം ആളുകളെ മാറ്റി നിർത്തേണ്ടതിന് പകരം ചേർത്ത് നിർത്തുകയാണ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ മലപ്പുറത്തെ പ്രസ്താവന വേറെയാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നത് വേറെയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്. ഇത്തരം ആളുകളെ ഇങ്ങനെ പരാമർശം നടത്തുന്ന, വർഗീയമായ പ്രചരണം നടത്തുന്ന, വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തണ്ടേ? അവർ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ഞാൻ പറയുന്ന ഒരു കാര്യം മുഴുവനാക്കാൻ എന്നെ ഒന്ന് മഞ്ജുഷ സമ്മതിക്കണം. ഇവിടെ മലപ്പുറത്തെ കുറിച്ച് നിങ്ങൾ അനങ്ങിയ തെറ്റിദ്ധാരണയാണ്. സുരേന്ദ്രൻ പറഞ്ഞല്ലോ, രാമനാട്ടുകര മുതൽ എടപ്പാൾ വരെ യാത്ര വെല്ലുവിളിക്കാണ് ഞങ്ങൾ. ഏത് ഹോട്ടലാണ് അടിച്ചിട്ടത്? അദ്ദേഹം തന്നെ അവസാനം പറയുന്നുണ്ട്, ആരും നിർബന്ധിച്ച് അടപ്പിക്കുന്നില്ലെങ്കിൽ കൂടി ഭക്ഷണം കിട്ടണില്ല. അതിന്റെയൊക്കെ കാര്യകാരണങ്ങളെ നമ്മൾ ഇത്തരം ചർച്ചകൾ പരിശോധിക്കണം. ഞാൻ പറയുന്നത് മുഴുവനാക്കാൻ സമ്മതിക്കുക. ഈ കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ 45 ലക്ഷം ജനങ്ങളിൽ 10 ലക്ഷം ഹൈന്ദവ മതവിശ്വാസികളാണ്. ഞാൻ ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. ഇത്ര സന്തോഷത്തോടെ, സാഹോദര്യത്തോടെ ഹിന്ദു മുസ്ലിം വിശ്വാസികൾ ഒരുമിച്ച് കഴിയുന്ന ഒരു സ്ഥലം മഞ്ജുഷിനോ ഷാബു പ്രസാദിനോ കേരളത്തിലോ പുറത്തോ കാണിച്ചു തരാൻ കഴിയുമോ? നിങ്ങൾ നോക്കേണ്ടത് പെരുന്നാൾ കഴിയുമ്പോൾ തൊട്ടപ്പുറത്ത് ഹൈന്ദവനാണോ ക്രൈസ്തവനാണോ എല്ലാവരും ഒരുമിച്ചാണ് ഈ ആഘോഷം നടത്തുന്നത്. ഓണമാവട്ടെ, മറ്റു പലതുമാവട്ടെ, അങ്ങനെ കഴിയുന്ന ഒരു പ്രദേശത്തെ, ഏറ്റവും ഇന്ത്യക്ക് മാതൃകയായ ഒരു ജില്ലയെ ഇങ്ങനെ അപമാനിക്കാൻ കൂട്ടു നിൽക്കുമ്പോൾ ശരി. ഷാബു, ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് ചുവട് പിടിച്ചുകൊണ്ടാണ് സുരേന്ദ്രന്റെ ആ പ്രസ്താവന വന്നത്. ഞാൻ നേരത്തെയും അത് പറഞ്ഞിരുന്നു, നോമ്പുകാലത്തെ കുറിച്ച്, മലപ്പുറം ജില്ലയുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് അല്ലല്ല, അത് ഊതി വീർപ്പിക്കുകയാണല്ലോ, ആളിക്കത്തിക്കുകയാണല്ലോ ചെയ്യുന്നത്. കളവ് പ്രചരിപ്പിക്കുകയാണ് ഷാബു. ഇവിടെ നോക്ക് നിങ്ങൾ, വയനാട് ജില്ലയിലെ ജനങ്ങളെക്കാൾ കൂടുതൽ, മൊത്തം ജനങ്ങളെക്കാൾ കൂടുതൽ, ഇടുക്കിയിലെ മൊത്തം ജനങ്ങളെക്കാൾ കൂടുതൽ ഹൈന്ദവ മതവിശ്വാസികൾ മലപ്പുറത്തുണ്ട്. നോക്കുന്നില്ല. ഏറ്റവും ഈ ഷാബു പ്രസാദ്, ഞാൻ അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെ മലപ്പുറത്തേക്ക് ക്ഷണിക്കാണ്. നിങ്ങൾ എത്ര സന്തോഷത്തോടെ, അദ്ദേഹത്തിന് അറിയാത്ത ജില്ലയല്ല. ശരി ഷാബു. ഷാക്കിറെ, നിങ്ങൾ എന്നെ പ്രത്യേകിച്ച് ക്ഷണിക്കുമെന്നും വേണ്ട. ഞാൻ കോഴിക്കോട്ട് താമസിക്കുന്ന ആളാണ്. 10-27 നിങ്ങൾ പറയുന്ന കേൾക്കൂ. മലപ്പുറം ജില്ലയെ പറ്റി എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. വളരെ നന്നായിട്ട് മലപ്പുറം ജില്ലയുടെ മനഃശാസ്ത്രവും മലപ്പുറം ജില്ലയിൽ കൂടെ ധാരാളം യാത്ര ചെയ്തിട്ടുള്ള, ധാരാളം ബന്ധങ്ങളുള്ള ഒരാളാണ് ഞാൻ. ഞാനിവിടെ പറഞ്ഞില്ലല്ലോ പറയുന്നത് കേൾക്കൂ. ഞാൻ അതല്ല ചോദിച്ചത്. ഈ മലപ്പുറം ജില്ലയെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയധികം നിങ്ങൾ പ്രകോപിതരാകുന്നതെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതല്ല, അങ്ങനെ ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ ഞാൻ അങ്ങനെ അന്ധമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പറഞ്ഞു. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു. മലപ്പുറം ജില്ല എന്ന് പറയുമ്പം അതിനെ ഒരു സാമുദായിക വിരുദ്ധമാക്കേണ്ട കാര്യമില്ല. അതിന് ചെയ്യേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗ് എന്നുള്ള നിലക്കല്ല പ്രതികരിക്കുന്നത്. ഒരാൾ കളവ് വിളിച്ച് പറയുമ്പോ അത് കളവാണെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലേ? അതെ, അല്ല, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടെ അവകാശമാണല്ലോ നിങ്ങൾ ഉപയോഗിച്ചത്. നിങ്ങളുടെ അവകാശം നിങ്ങൾ ഉപയോഗിച്ചു. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ അവകാശം ഉപയോഗിച്ചു. രണ്ടുപേരും എല്ലാ കൂട്ടരും അവരവരുടെ അവകാശം. എല്ലാവരും അവരവരുടെ അവകാശങ്ങൾ ഉപയോഗിക്കുന്നു. തീരുമാനിക്കും. ഇത് കണ്ടിരിക്കുന്നവർ തീരുമാനിക്കട്ടെ. ഞാനിവിടെ ഒരു മിനിറ്റ് സ്വാഭാവിക പ്രതികരണയും സമീകരിക്കരുത്. അത് ശരിയല്ലല്ലോ. ഷാക്കിറെ, ഇനി ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ സംസാരിക്കല്ലോ. ഇല്ല, ഞാൻ സമീകരിക്കുമൊന്നുമല്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്യാനോ എതിർക്കാനോ അല്ലെങ്കിൽ ഷാക്കിറിനെ എതിർക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമല്ല. ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ നിലപാട് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മലപ്പുറം ജില്ലയെ പറ്റിയുള്ള എൻ്റെ നിലപാട്, എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു അനുഭവം ഞാൻ വളരെ വ്യക്തമായിട്ട് ഇതിനു മുമ്പുള്ള റൗണ്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, 10-27 വർഷമായിട്ട് കോഴിക്കോട് ജില്ലയിൽ ജീവിക്കുന്ന എന്നോട് മലപ്പുറം ജില്ലയെ പറ്റി പ്രത്യേകിച്ച് ഒരാളും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെതായ അനുഭവങ്ങളുണ്ട്, എനിക്കറിയുകയും ചെയ്യാതെ. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത് പണ്ടൊരു ആനയുടെ കേസുണ്ടായ സമയത്ത് മലപ്പുറം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് ഇവിടെ ഈ നാട്ടിലെ പ്രശ്നം മഞ്ജുഷേ. ഒരു ജില്ലയെ പറ്റി പറയുമ്പോൾ അതിനെ ആ ഒരു സാമുദായികമായ സമീകരണത്തിലേക്ക് കൊണ്ടുവന്ന് അത് വലിയൊരു സാമുദായിക ഒരു വിഘടനവാദത്തിലേക്ക് നയിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ഞങ്ങളാരും മലപ്പുറം മുസ്ലിമാണ്, മുസ്ലിം ലീഗാണ് വ്യാഖ്യാനിക്കണില്ല. ലീഗിന്റെ നേതാവ് പറഞ്ഞു. ഒരു മിനിറ്റ്. ഇതേ അഭിപ്രായം ഇതേപോലെ തന്നെ കണ്ണൂർ ജില്ലയെ പറ്റി പല കൺസേൺ ഉണ്ട്.
കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും, ഒട്ടുമിക്ക ഭാഗങ്ങളിലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാനാവില്ല. അവരുടെ കൊടി ഉയർത്താനാവില്ല. അത് വേറൊരു രാജ്യമാണോ? അവരുടെ ഒരു രാജ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും കണ്ണൂർ ജില്ലയുടെ പല പ്രദേശങ്ങളും കൊണ്ടു നടക്കുന്നത്. ഇതും നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും പ്രാദേശികമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. മലപ്പുറത്ത് എന്താ പ്രശ്നം? മലപ്പുറത്ത് നിങ്ങൾ കണ്ട പ്രശ്നം, നിങ്ങൾ കോഴിക്കോട്ടാണല്ലോ. മലപ്പുറത്ത് എന്ത് കുഴപ്പമുള്ളത്? ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രശ്നം, ഒറ്റ പ്രശ്നം പറഞ്ഞാട്ടെ. ഷാക്കിർ അവിടെ നിന്ന് അടങ്ങിയിരിക്കുക, ഞാൻ പറയട്ടെ. അല്ല, അറിയാൻ വേണ്ടിട്ടാ. നിങ്ങൾ എല്ലാ സ്ഥലത്തും പ്രശ്നമുണ്ട്. കണ്ണൂരിൽ കടാര രാഷ്ട്രീയമുണ്ട്, അത് നമുക്ക് ബോംബ് രാഷ്ട്രീയമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. മലപ്പുറത്ത് എന്താ കുഴപ്പമുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു. ഷാക്കിർ, ഞാൻ അതിലേക്കാണ് വരുന്നത്. പൊതുവെ മലപ്പുറത്തെ നിലവിടുത്തിലും സാധാരണക്കാരായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സഹിഷ്ണുതയുള്ളവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്, സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ച്. എന്നാൽ പല പോക്കറ്റുകളിലും ഇവിടെ ഈ വിഘടനവാദികളായിട്ടുള്ള ഫ്രിഞ്ച് എലമെന്റ്സ് അല്ലെങ്കിൽ ഈ തീവ്രവാദം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് മലപ്പുറത്തെന്നല്ല, കേരളത്തിൽ പലയിടത്തുമുണ്ട്. മലപ്പുറത്ത് കാര്യം പൊതുവെ ഈ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലെ ആ സംഘടിത മതബോധത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തും ചൂഷണം ചെയ്തും പല വിധത്തിലുള്ള ഫ്രിഞ്ച് എലമെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതിനെതിരെ ഒരു കാര്യമുണ്ട്. ഞാൻ തുറന്നു തന്നെ പറയുകയാണ്. അതിനെതിരെ ഏറ്റവും അധികം പലപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗ് നേതാക്കന്മാരുമാണ്. എനിക്കറിയാവത്, എനിക്ക് പേഴ്സണലായിട്ട് പല കാര്യങ്ങളും അറിയാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മലപ്പുറത്തുണ്ട്. അങ്ങനെയുള്ളിടത്ത് ചിലപ്പോൾ ഒരാൾ ഹോട്ടൽ തുറക്കണമെന്നുണ്ടെങ്കിൽ പോലും തുറക്കാൻ അനുവദിക്കാത്ത ചില തീവ്രവാദ പ്രവണതകൾ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലുണ്ട്. അതിന്റെ ഒരു മിനിറ്റ് ഞാനതിനെ ജനറലൈസ് ചെയ്യല്ല. മുസ്ലിം ജനസംഖ്യ അവിടെ കൂടുതലുള്ളത് കൊണ്ടും മുസ്ലിം ജനവിഭാഗത്തിനുള്ളിലെ ആ സംഘടിതമായ മനോഭാവത്തിനെ ചൂഷണം ചെയ്തും ദുരുപയോഗം ചെയ്തും ധാരാളം തീവ്രവാദ ഫ്രിഞ്ച് എലമെന്റ്സ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ജനറൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം, ശരിയല്ല. പെട്ടെന്ന് ശ്രീത്തിലേക്ക് പോകണം. നിങ്ങൾ തമ്മിൽ ചർച്ചയായിട്ട് മാറ്റരുത്. ഒന്ന് കംപ്ലീറ്റ് ചെയ്തോ. ഒരു 30 സെക്കൻഡേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അതേസമയം ഞാൻ പറഞ്ഞില്ല, മലപ്പുറം ജില്ലയിൽ തുറക്കുന്ന ഹോട്ടലുകളുണ്ട്. ഞാൻ അവിടുന്ന് ധാരാളം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പൊതുവേ അവിടെ ഹോട്ടലുകൾ തുറക്കാറില്ല. കാര്യം ബിസിനസ് കുറവാണ് എന്നുള്ള ഒരു വലിയ കാരണം തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ, അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സംഘടിതമായ ആ മുസ്ലിം മനോഭാവത്തിനെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടും ദുരുപയോഗം ചെയ്യുന്ന എലമെന്റ്സ്. ശ്രീജിത്ത് പണിക്കർ, താങ്കൾക്ക് ഈ നിലപാടാണോ ഉള്ളത്? ഷാബുവിന്റെ അതേ നിലപാടാണോ താങ്കൾക്കുള്ളത്? ശ്രീജിത്ത് അതേ നിലപാടാണോ ഉള്ളത്? അല്ല, ഈ സ്പെസിഫിക് ഇൻസ്റ്റൻസസ് കിട്ടാതെ നമുക്ക് അങ്ങനെ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം ആൾക്കാർ വളരെ കൂടുതലായിട്ട് താമസിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവരുടെ നോയമ്പുള്ള മാസങ്ങളിലൊക്കെ തന്നെ അവരുടെ കടകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള സമയനിഷ്ഠയും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ടായിരിക്കാം. അപ്പോൾ ആ സമയത്ത് മറ്റുള്ള മതവിഭാഗത്തിലുള്ള ആൾക്കാർക്ക് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കട തുറന്നിരിക്കണം എന്ന് ശഠിക്കാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം അവരവരുടെ മതാചാരപ്രകാരം അവർ പ്രവർത്തിക്കുന്നു. മറ്റുള്ള ആൾക്കാർക്കും കട തുടങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഏതെങ്കിലും ഹിന്ദുവോ ക്രിസ്ത്യനോ അയാളൊരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഹോട്ടലിയർ അവിടെ വരുന്നുണ്ടെങ്കിൽ, റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അതിനുള്ള അവസരം ഉണ്ടാകണം. അങ്ങനെ തുറന്ന് പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും ഇത് ഞങ്ങളുടെ നൊയമ്പ് മാസമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലത്തേക്ക് ഗുണ്ടായിസം കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യത്തിനെ അംഗീകരിക്കാം. അങ്ങനെ ഇല്ല എങ്കിൽ സ്വന്തം മതം അനുഷ്ഠിക്കുന്ന ഒരാൾ, അയാൾക്ക് ആ സമയത്ത് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള റെസ്ട്രിക്ഷനെയൊക്കെ സ്വയം ഉണ്ടെങ്കിൽ അത് അനുവർത്തിക്കുന്നതിന് അയാൾക്ക് എല്ലാവിധ മതസ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ കഴിയുന്നത്. അപ്പോൾ അതൊന്നും ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ്റെ തന്നെ പ്രസ്താവന കണ്ടിരിക്കുന്നത് ഒരു മാസത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല എന്ന രീതിയിലത്തേക്കാണ്. അത് ആ രീതിയിലത്തേക്ക് തന്നെയാണ് എന്നുള്ള ഒരു അഭിപ്രായം ഈ ചർച്ചയിൽ ശ്രീ ഷാബു പ്രസാദ് പോലും പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു പ്രസ്താവന വരുന്നു, ആ പ്രസ്താവന ഉണ്ടായതിനു ശേഷം അതിനെ പിന്നീട് ഏത് രീതിയിലത്തേക്കാണ് ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ സ്പെസിഫിക് ഇൻസ്റ്റൻസസ് പറഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ അതും വലിയ രാഷ്ട്രീയ കോളിളക്കവും വിവാദവും ഒക്കെ തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ പിന്നീട് നടന്നിരുന്ന ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം അതിൻ്റെ വിവരങ്ങളൊക്കെ പറയുന്നത് തന്നെ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു.
അപ്പോൾ സ്പെസിഫിക് ഇൻസ്റ്റൻസസ് അദ്ദേഹത്തിന് കോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള ഒരു കേസ് അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസുകളാണ് എന്നും അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല എന്നും മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗം ഉടനെ തന്നെ പ്രശ്നവുമായിട്ട് വരേണ്ടതില്ല എന്നുമുള്ള ഒരു അർത്ഥത്തിലാണ് പിന്നീട് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് അതാണ് ശരിയായ പൊസിഷൻ. ഇപ്പം ഇവിടെ പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ അവർക്കത് മലപ്പുറത്ത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണം എന്താണ്? അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുന്നില്ലേ? അതോ ഈ പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് നൽകുന്ന ക്ഷേമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നൽകുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ലേ? പ്രീമെട്രിക് ഹോസ്റ്റലുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമില്ലേ? ആൾക്കാർക്ക് കുട്ടികൾക്ക് പഠിക്കുന്ന സമയം മുതൽ തന്നെ കിട്ടുന്ന ലംസം ഗ്രാൻഡ് പോലെയുള്ള കാര്യങ്ങൾ അവിടെ കിട്ടുന്നില്ലേ? ഞാൻ ചോദിക്കുന്നത് എന്ത് കിട്ടുന്നില്ല എന്നാണ്. ഈ ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ പ്രാതിനിധ്യം കിട്ടേണ്ടതുണ്ട് എങ്കിൽ അത് അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ടോ? അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ കോട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ? അങ്ങനെ അദ്ദേഹം കോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഇടപെടലുകൾ ഇവിടെ ഉണ്ടോ? ഇവിടെ പിന്നാക്ക വിഭാഗത്തിന് അതുപോലെ തന്നെ ഷാബു പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പോൾ മലപ്പുറത്തിന്റെ കാര്യം പറയുമ്പോൾ മാത്രം എന്തിനീ പൊള്ളൽ എന്നുള്ളത്, അത് ഷാക്കിർ അതിന് മറുപടിയും നൽകിയിരുന്നു. അതാണ് ഞാൻ ഇവിടെ അഡ്രസ് ചെയ്തത്. അതായത് മലപ്പുറത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് മലപ്പുറം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ 60% വരുന്ന മുസ്ലിങ്ങളാണ് അവിടെ താമസിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനമാണെന്നോ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെല്ലാം മോശമാണെന്നോ ഉള്ള അർത്ഥമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ വരുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ അത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ അതിൽ ഇടപെടുന്നുണ്ടെങ്കിൽ, കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ മലപ്പുറത്ത് നിന്ന് അവിടെ വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫാക്ട്. അത് നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയുക. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുകയും കണക്കുകൾ വെക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. ഞാൻ പറഞ്ഞത് മറ്റ് ഏതെങ്കിലും ഒരു മതവിഭാഗം കൂടുതലായിട്ട് കഴിയുന്ന സ്ഥലത്ത് അങ്ങനെയാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പോൾ തിരുവനന്തപുരത്ത് വളരെ കൂടുതൽ നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് നമ്മളത് അറിയുക? സാധാരണ രീതിയിൽ നമ്മളിവിടെയുള്ള സാമുദായിക പരിഗണന വെച്ചുകൊണ്ടാണ് ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുക, അല്ലേ? തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയാണെങ്കിലും. ഇപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ ലാറ്റിൻ കത്തോലിക്കനായിട്ടുള്ള ഒരാളിനാണ് കൊടുക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് നായർ വിഭാഗത്തിലുള്ള ഒരാളിനാണ് എന്ന് കരുതി തിരുവനന്തപുരത്തിനെ ആരെങ്കിലും പരാമർശിക്കുന്ന സമയത്ത് നായന്മാരെ ആക്രമിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും ഇറങ്ങാറുണ്ടോ? സുകുമാരൻ നായർ ഇറങ്ങാറുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ എറണാകുളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഇറങ്ങാറുണ്ടോ? സഭ അതേപോലെ പ്രതികരിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മലപ്പുറം അതിൽ നിന്ന് വ്യത്യസ്തമാകേണ്ടതില്ല. ഉദാഹരണ സഹിതം നമ്മൾ പറയുന്ന സമയത്ത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഗ്രാവിറ്റി കൂടിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അത്രത്തോളം കൂടുതലാണ്. കാരണം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടുന്ന സൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിയാത്ത പിന്നാക്ക വിഭാഗക്കാരാണ് മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ വിളിച്ചിരുത്തി ചോദിക്കണം, എന്താണ് ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം, എവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, ഇൻസ്റ്റൻസ് പറയണ്ടേ? അത് പറഞ്ഞില്ല എങ്കിൽ ഞാൻ കരുതുന്നത് അത് വിദ്വേഷ പ്രസ്താവനയാണ്. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ സമുദായമോ ഒന്നും വേണ്ട. പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരെ ഈ രീതിയിലത്തേക്ക് അവർക്കൊന്നും കിട്ടാത്ത രീതിയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിദ്വേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാർ അസ്വസ്ഥരാകാനുള്ള സാധ്യതയുണ്ട്. അതിലേതെങ്കിലും ആൾക്കാർക്ക് വിദ്യാഭ്യാസം പിന്നെ നമ്മൾ അറിയാമല്ലോ, നോർമലുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് താഴെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തിനാണ് അജിറ്റേഷൻ ഉണ്ടാക്കുന്നത്? അപ്പം നമ്മൾ പറയുന്ന പ്രസ്താവനയ്ക്ക് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കുക. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോ ഇൻസ്റ്റൻസും എടുത്ത് നോക്കിയോളൂ. അതിലേതാണ് പിന്നെ നീതിയുക്തമായിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്ത് കാര്യമാണ് മെറിറ്റോറിയസ് ആയിട്ടുള്ളത്? അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കാനുള്ള യോഗ്യതയുണ്ടോ? അത് ശരിയല്ലേ? ചോദിക്കുന്നത് ശരിയല്ലേ? അല്ല, ഞാൻ അതാണ് ചോദിക്കുന്നത്. അതായത് സ്വതന്ത്രമായ വായു പോലും ഇവിടെയുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? ആൾക്കാരെ ആരെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുണ്ടോ? അവർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണോ? നമ്മൾ സാധാരണ സ്വതന്ത്രമായ വായു എന്ന് പറയുമ്പോഴത്തേക്ക് ടു ഗോ ഔട്ട് ദെയർ ഇൻ ദ പബ്ലിക് അതല്ലേ നമ്മൾ പറയുക. മലപ്പുറത്തുള്ള ഇതര വിഭാഗത്തിലുള്ള ആൾക്കാർക്ക്, പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അപ്പം ഇതൊക്കെ തെറ്റായ രീതിയിലത്തേക്ക് ആൾക്കാർ ഇതിനെ കൊണ്ടുപോവുകയാണ്. അതൊരു പ്രത്യേക രാജ്യമാണ്, അവിടെയുള്ള പല ആൾക്കാർക്കും സ്വാതന്ത്ര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സാമൂഹ്യ നീതി നടപ്പാകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ എന്തിനാ പറയുന്നത്? അത് വിദ്വേഷമല്ലേ? അത് വിദ്വേഷമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ലീഗൽ എക്സ്പെർട്ടീസ് ഒന്നും തന്നെ ആവശ്യമില്ല. കേസ് വന്നു കഴിഞ്ഞാൽ കേസ് എടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് കേസിന് നിയമോപദേശം ചോദിക്കുന്നത് എന്ന് വെച്ചാൽ പറഞ്ഞ ആൾ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. 30 വർഷമായിട്ട് ഇരിക്കുന്നയാളാണ്. ഈഴവ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഈഴവർ BJP-യിലേക്ക് പോകുന്നു, CPM-ൽ നിന്ന് അകലുന്നു എന്ന രീതിയിലേക്കുള്ള വിലയിരുത്തൽ CPM-ൽ തന്നെയുണ്ട്. അപ്പോൾ അതിനെ ആ അകൽച്ചയെ കൂടുതലാക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കില്ല എന്ന് ബോധ്യമുള്ള പോലീസുകാർ അവിടെ ഉള്ളതുകൊണ്ടാണ്.
ആ ബോധ്യമുള്ള സർക്കാർ ഉള്ളതുകൊണ്ടാണ് അതേ രീതിയിലത്തേക്കുള്ള നിയമോപദേശം കൊടുക്കുന്നത്. ആ ബോധ്യമുള്ള സർക്കാർ ഉള്ളതുകൊണ്ടാണ് സജി ചെറിയാൻ ഈ രീതിയിലത്തേക്ക് ഞങ്ങൾ അവിടെ പോകും എന്ന് പറയുന്നത്. ആ ബോധ്യമുള്ള CPM നേതാക്കന്മാരായതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർ പ്രതികരിക്കാത്തത്. പുതുതായിട്ട് വന്നിരിക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറിക്കും ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഉചിതമായ തീരുമാനം മറ്റുള്ള വേണ്ടപ്പെട്ട ആൾക്കാർ എടുക്കും എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ? ശരിയാണ്. ശ്രീ ബലദേവ്, അറിയാവുന്നതാണ്. അല്ലാതെ CPM-നും ഇടതുപക്ഷത്തിനുമൊക്കെ അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. CPM-ൽ നിന്നും മുന്നണിയിൽ നിന്നും ഒന്നും അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് വിലയിരുത്തലിൽ വരുമ്പോൾ വെള്ളിയാഴ്ചത്തെ ചടങ്ങിൽ എന്തായാലും വെള്ളാപ്പള്ളിയെ സ്വീകരിച്ച് ആനയിക്കുമ്പോൾ ഒപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നത്. അതിലൊരു കടുകിട വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. സാധ്യതയൊന്നുമില്ല. കാരണം അത് പാർട്ടിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനമാണ്. അവർ ആ പരിപാടിയിൽ പങ്കെടുക്കും. ഇവിടെ ശ്രീത്ത് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായ കാരണങ്ങൾ അല്ലെ ഇന്ന കാരണങ്ങൾ ഉന്നയിക്കുന്നു. അതൊന്നും പറയാതെ വെറുതെ വന്നിരുന്നുകൊണ്ട് മലപ്പുറത്തുള്ള പിന്നോക്ക സമുദായക്കാരും വീടുവരും പട്ടികജാതിക്കാർക്കൊന്നും നല്ല വായു ശ്വസിക്കാൻ കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. തീർച്ചയായിട്ടും വർഗീയ വിദ്വേഷം പരത്തുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം പറയണമായിരുന്നു ഇവിടുത്തെ ഈഴവർക്ക് നേരെ മുസ്ലിം മത ആക്രമണം പുറപ്പെടുവിക്കുന്നു. ശരിയാണ്, പറയാം, ഈഴവരെയൊക്കെ ആക്രമിച്ചു, ഈഴവരുടെ സ്വത്തുക്കൾ കവർന്നു, അല്ലെങ്കിൽ ഈഴവരെ നിർബന്ധിച്ച് മതം മാറ്റുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വളരെ ദുരുദ്ദേശപരമാണ്. വർഗീയത സൃഷ്ടിക്കുക, മതപരമായ സ്പർദ്ധ സൃഷ്ടിക്കുക, ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനെതിരെ നിയമപരം ഒരു അഡ്വക്കേറ്റ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് കേസെടുക്കുന്നതിന് ഇതിനേക്കാൾ വലിയ പ്രസ്താവനയൊന്നും PC ജോർജ് നടത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞു ശരിയാണ്, ഇടതുപക്ഷത്തിൽ നിൽക്കുന്നവർ, ഞാനും എന്റെ വേദികളിൽ എനിക്ക് ഒരു പക്ഷേ പരസ്യമായിട്ട് ഇത്രയും പറയാൻ പറ്റില്ല, UDF-ൽ നിൽക്കുന്നവരും നിൽക്കില്ല. കാരണം അത് NSS ജനറൽ സെക്രട്ടറി ആയാലും SNDP ജനറൽ സെക്രട്ടറി ആയാലും സഭാ മേലധ്യക്ഷന്മാരായാലും ഇവർക്കെതിരെ ഒന്നും പറയാൻ പല രാഷ്ട്രീയ നേതാക്കന്മാർ തയ്യാറാകാത്തത് അവരിൽ നിന്ന് ലഭിക്കാവുന്ന തുച്ഛമായ ചില വോട്ടുകൾ, ആ വോട്ടുകൾ സംബന്ധിച്ച് കേരളത്തിൽ നിർണായകമാണ്. 2-3% വോട്ടാണ്. നമുക്കറിയാം വിജയിക്കുന്ന മുന്നണിയും തോൽക്കുന്ന മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം 1-2% വോട്ടാണ്. 1-2% വോട്ട് മാത്രം എടുക്കാനുള്ള നേതാക്കന്മാർ കഴിഞ്ഞെന്ന് വരും. ആ വോട്ട് ഭയന്നുകൊണ്ട് തന്നെയാണ് വ്യക്തമായൊരു നിലപാടെടുക്കാത്തത്. അത് കോൺഗ്രസിന്റെ നേതാക്കാരും പറഞ്ഞിട്ടില്ല, അവർ തീരെ പറയാൻ തയ്യാറാവത്തില്ല. അതാണ് അതിന്റെ വേറെ കാരണം. യഥാർത്ഥത്തിൽ പറയേണ്ടത് അവരാണ്. കാരണം അവരുടെ പിന്നിലെ ശക്തമായ മുന്നണിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. എങ്കിൽ പോലും അവർ വെള്ളാപ്പള്ളി തള്ളി പറയത്തില്ല. കാരണം വെള്ളാപ്പള്ളി ഇപ്പൊ നിൽക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണെങ്കിൽ പോലും ഈഴവ വോട്ട് എങ്ങനെ മാറുമെന്നുള്ളൊരു കാഴ്ചപ്പാട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം 18 സീറ്റിൽ അവർ ജയിച്ചു. അതിനകത്ത് ഈഴവ വോട്ട് വളരെ നിർണായകമാണ്. ഞാൻ പറഞ്ഞ കൊല്ലം ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷെ ഇതൊന്നും വെള്ളാപ്പള്ളിയുടെയോ സുകുമാരൻ നായരുടെ വ്യക്തിപരമായ പേരിലുള്ള വോട്ടല്ല. പിന്നെ അത് മാത്രമല്ല, ഈഴവ ജനതയെ അവർ അധിക്ഷേപിക്കുകയാണ്. അതുപോലെ NSS-ൽ അധിക്ഷേപിക്കുകയാണ്. ഈ രണ്ട് സമുദായത്തിലുമുള്ള ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്, ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ പ്രവർത്തിച്ച് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നവരാണ്. അവരാരും സമുദായത്തിന്റെ മേലധ്യക്ഷന്മാർ പറയുന്ന കേട്ട് വോട്ട് ചെയ്യുന്നവരല്ല. പക്ഷെ ആ ജനതയെ കൂടെ സമുദായമായിട്ട് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ SNDP-യുടെ ജനറൽ സെക്രട്ടറിയും NS ജനറൽ സെക്രട്ടറിയും കൊണ്ടുപോകുന്നു. ഇതൊക്കെ സമുദായത്തെ വിറ്റ് കാശ് വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു ലക്ഷ്യം ഇവർക്കൊന്നും അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. കുടുംബപരമായ ലക്ഷ്യങ്ങളോ സ്വാർത്ഥ താല്പര്യങ്ങളോ പക്ഷേ അവരെ എന്ത് നിലപാട് അവർ സ്വീകരിച്ചാലും, മതേതര വിരുദ്ധമായ നിലപാടുകൾ എടുത്താലും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അത് മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റു മന്ത്രിമാരാണെങ്കിലും സർക്കാരാണെങ്കിലും ആർക്കും ചെയ്യേണ്ടി വരും. മൂന്ന് മുന്നണിയും ആ രീതിയിലാണ് പോകുന്നത്. BJP-യുടെ പ്രസ്താവന അവർക്ക് ഒരു പാടല്ല. ശരി, ശ്രീ ഷാക്കിർ, താങ്കൾ അതിൽ നിന്ന് തന്ത്രപരമായി ഒഴിഞ്ഞു മാറിയിരുന്നു കേട്ടോ. കോൺഗ്രസിന്റെ നിലപാട് ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കാൻ ചെല്ലേണ്ടതായിരുന്നു. പക്ഷേ ഈ അഹമ്മദാബാദ് സമ്മേളനം, AICC സമ്മേളനം നടക്കുന്നതുകൊണ്ട് അത് ഉണ്ടായില്ല എന്നേ ഉള്ളൂ. പ്രാദേശികമായ നേതാക്കളൊക്കെ പങ്കെടുക്കും. അല്ല, മഞ്ജുഷിന്റെ വ്യാഖ്യാനം അത് കോൺഗ്രസിനെ അല്ലെങ്കിൽ ലീഗിനെ ബാധിക്കില്ല. കാരണം നിങ്ങൾ തന്നെ എന്റെ ചോദ്യം ഉത്തരം പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ മഞ്ജുഷെ, അതായത് ഇപ്പൊ ഈ ഷാബു പ്രസാദ് പോലെ തന്നെ ശ്രീജിത്ത് പണിക്കരും പറഞ്ഞിട്ടുള്ളൊരു സംഗതി, ഈ പ്രസ്താവനയോട് ഇവരെതിരാണ്. മലപ്പുറത്ത് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ മലപ്പുറത്തെ പറയുമ്പോൾ എന്തിനാണ് ഇവർ പ്രകോപിതർ? ആരാണ് ഇവിടെ പ്രകോപിതരായത്? ആരാണ് ഇതിന് മതത്തിന്റെ നിറം കൊടുത്തത്? ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന നടത്തുന്നു, പിന്നെ സുരേന്ദ്രൻ അത് ഏറ്റുപിടിക്കുന്നു. സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ പറയും. ഇപ്പോ ഷാബു പ്രസാദ് പറഞ്ഞ് ഞാൻ മലപ്പുറത്തിന് അടുത്താണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ഇങ്ങനെയുണ്ട്. എവിടെയാണ് ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഈ 45 ലക്ഷം ആളുകൾക്കിടയിൽ മോശമായി അവർക്ക് പെരുമാറുകയോ അങ്ങനെ ഒരൊറ്റ സംഭവം പോലും പറയാൻ കഴിയില്ല. ഞാൻ ആവർത്തിച്ച് പറയാണ്, നിങ്ങൾ ശരിക്കും പരിശോധിക്കുക. ഇന്ത്യയിലെ ഒരുപാട് ജില്ലകളുണ്ട്, പല മതങ്ങൾ ഭൂരിപക്ഷമുണ്ട്, പാർട്ടികളുണ്ട്. ഈ മലപ്പുറത്തെ പോലെ സൗഹൃദത്തോടെ സന്തോഷത്തോടെ മതവിശ്വാസികൾ കഴിയുന്ന മതമൈത്രിയുള്ള ഒരു ജില്ല ഇന്ത്യയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ?
എത്ര സന്തോഷത്തോടെയാണ് കഴിയുന്നത്. എന്നിട്ട് അവിടെ വന്നിട്ട് ഇതേപോലെ കുളങ്കലയ്ക്ക് പോകുമ്പോൾ ഇവിടെ ശ്വാസം കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് കള്ള് കച്ചവടം ഒരു പക്ഷേ മലപ്പുറത്ത് വല്ലാണ്ട് നടന്നോളുന്നില്ല, വെള്ളാപ്പള്ളി നടേശന്റെ. അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കണക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോന്നും എടുത്ത് പരിശോധിച്ചു. 28% വരുന്ന ഇസ്ലാം മത വിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിംകൾക്ക് 12% മാത്രമേ സർക്കാർ മേഖലയിൽ ഇപ്പോഴും പ്രാതിനിധ്യമുള്ളൂ. അതിന് ഏതെങ്കിലും കമ്മീഷൻ പഠനം നടത്തി റിപ്പോർട്ട് നൽകി അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മറ്റോ നടത്താൻ നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മുമ്പും ഇതേപോലെ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല. അപ്പോ ഭരണത്തിലേക്ക് കുറുക്കുവഴിയായി ഈ വർഗീയ വിദ്വേഷ പ്രചാരകരെ പിണറായി വിജയനും സംഘവും എക്കാലവും ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് ഞങ്ങളൊക്കെ പല ചർച്ച ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയാണ്. അതിന് നിങ്ങൾ ചിലപ്പോൾ മലപ്പുറത്ത് പറയും. ഇപ്പൊ ദി ഹിന്ദുവിൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഇന്റർവ്യൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. കുറെ ദിവസം കഴിഞ്ഞ് അദ്ദേഹം നിഷേധിക്കുകയാണ്. പറയാനുള്ളത് പറഞ്ഞു, ദേശീയ മാധ്യമങ്ങൾ മുന്നേ ആഘോഷിച്ചു, RSSകാർ ആഘോഷിച്ചു, അത് ഏറ്റെടുത്തു. ഇപ്പോഴും അങ്ങനെ നടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം നിഷേധിക്കുകയാണ്. അത് മലപ്പുറത്തെ കുറിച്ചല്ല, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വിഭാഗത്തെ കുറിച്ചല്ല, കുറ്റവാളികളെ കുറിച്ച്. കുറ്റവാളികൾ ആ മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിൽ കൂടുതൽ പിടിച്ചിട്ടുള്ളത് കിർമാനും അനേജും മണ്ണൻ ഷാഫിയും അത് കൊടി സുനിയും ഉൾപ്പെടെയുള്ള സ്വർണ്ണ വെട്ടിപ്പ് സംഘത്തിന്റെ തലവന്മാരുൾപ്പെടെയുള്ള ആളുകളാണ്. അത് നമ്മുടെ പരാമർശിക്കില്ല. അവർ മലപ്പുറത്തുകാരല്ല. എന്നിട്ട് ആരെങ്കിലും കുറ്റം ചെയ്താൽ അത് മലപ്പുറത്തിന്റെ പരിധിയിൽ നോക്കൂ. ഇതുപോലെ നന്മ നിറഞ്ഞൊരു നാട് അല്ലെങ്കിൽ ഒരു പ്രദേശം നിങ്ങൾക്ക് അറിയിൽ കാണാൻ കഴിയും. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചർച്ച സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്തായാലും മലപ്പുറം വിരുദ്ധ പരാമർശം നടത്തിയിട്ടും വെള്ളാപ്പള്ളി നടേശനുമായി വേദി പങ്കിടാനും അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുവാനും മുഖ്യമന്ത്രി തയ്യാറാകുന്നു എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയം. എന്തായാലും ആ ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വിട്ടു നിൽക്കണോ? വേണമെന്ന് 59% പ്രേക്ഷകർ, വേണ്ട എന്ന് 35%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.